ഹലോ, ഗ്രീനറി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സോപ്പ് ബേസ് ഒന്നും ഉപയോഗിക്കാതെ വളരെ ഈസി ആയിട്ട് എങ്ങനെ സോപ്പ് ഉണ്ടാക്കാം എന്ന് നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. സോപ്പിൻ്റെ കിറ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു സോപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു കിറ്റിൽ തന്നെ എല്ലാം കറക്റ്റ് അളവിൽ ഉണ്ടാകും. കാസ്റ്റിക് സോഡ 100 ഗ്രാം, വെളിച്ചെണ്ണ 500 ml, സ്റ്റോൺ പൗഡർ 100 ഗ്രാം, പെർഫ്യൂം മണത്തിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു സ്റ്റീൽ പാത്രം എടുക്കുക. ഈ സ്റ്റീൽ പാത്രത്തിലേക്ക് 350 ml തണുത്ത വെള്ളം ഒഴിക്കുക. ഈ വെള്ളത്തിലേക്കാണ് കാസ്റ്റിക് സോഡ ചേർക്കേണ്ടത്. കാസ്റ്റിക് സോഡ നന്നായി ഈ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ സ്റ്റീൽ പാത്രം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പാത്രം ഉപയോഗിക്കാം. എന്നാൽ അലൂമിനിയത്തിൻ്റെ പാത്രം യൂസ് ചെയ്യാൻ പാടില്ല. ഇനി ഈ വെള്ളത്തിലേക്ക് നല്ല പോലെ മിക്സ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഇത് മേലൊന്നും ആവാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്തിട്ടെടുക്കാനായിട്ട്. ഗ്ലൗസ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെറിയ മക്കളുടെ മുന്നിൽ വെച്ച് ചെയ്തെടുക്കരുത്. അത്രയും കെയർ ചെയ്തിട്ടൊക്കെ വേണം നമ്മൾ ഈ സോപ്പ് റെഡിയാക്കാനായിട്ട്. മിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കളർ മാറി വരുന്നത് കാണാം. നല്ലപോലെ ചൂടും ഉണ്ടാകും. അപ്പോൾ ഇത് പൊള്ളാത്ത രീതിയിൽ ഈ പാത്രം മാറ്റി വയ്ക്കുക. വേറെ ഒരു പാത്രത്തിലേക്ക് 1/2 ലിറ്റർ വെളിച്ചെണ്ണ ഒഴിക്കുക. ഈ പാത്രത്തിലേക്ക് നമ്മുടെ കിറ്റിലുള്ള സ്റ്റോൺ പൗഡർ ചേർക്കുക. നൈസ് പൗഡറാണിത്. ഈ പൗഡർ നന്നായി വെളിച്ചെണ്ണയിലേക്ക് മിക്സ് ചെയ്യുക. ഈ പൗഡർ കുറേശ്ശെയായി വെളിച്ചെണ്ണയിലേക്ക് മിക്സ് ചെയ്യുക. സോപ്പിൻ്റെ കിറ്റ് വാങ്ങിക്കുമ്പോൾ തന്നെ ഒരു ഇൻസ്ട്രക്ഷൻ അടങ്ങുന്ന ഒരു പേപ്പർ ഇതിനുള്ളിൽ അടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ ഇത് വായിച്ച് മനസ്സിലാക്കി ആർക്ക് വേണമെങ്കിലും സോപ്പ് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ഇനി ഇത് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലപോലെ വെളിച്ചെണ്ണയിലേക്ക് മിക്സ് ചെയ്തിട്ടെടുക്കണം. അടുത്തതായി കറ്റാർ വാഴയുടെ ജെല്ലാണ് എടുക്കേണ്ടത്. കറ്റാർ വാഴ നല്ലപോലെ വൃത്തിയാക്കിയ ശേഷം അതിൻ്റെ ജെല്ലെടുക്കുക. കറ്റാർ വാഴയുടെ ജെല്ലും അതിൻ്റെ തൊലിയോട് കൂടിയും ഞാൻ മിക്സിയിലിട്ട് അരച്ച് ചേർക്കുന്നുണ്ട്. കറ്റാർ വാഴ ഫേസിന് നല്ലതാണ്. കുരുക്കൾ മാറാനും പാടുകൾ മാറാനും സഹായിക്കും. ഇതുപോലെ കറ്റാർ വാഴ ചെറുതായി മുറിച്ചെടുക്കുക. കറ്റാർ വാഴയുടെ കൂടെ ആര്യവേപ്പിൻ്റെ ഇലയും ചേർക്കുന്നുണ്ട്. ആര്യവേപ്പിൻ്റെ ഇല സ്കിൻ അലർജി മാറാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആര്യവേപ്പിൻ്റെ ഇലയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒട്ടേറെ ഗുണങ്ങൾ ഈ ആര്യവേപ്പിനുണ്ട്. നമ്മൾ ആദ്യം ചെയ്ത കാസ്റ്റിക് സോഡ ലായനി നന്നായി തണുത്ത ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയുടെ കൂടെ നൈസ് പൗഡർ ചേർത്ത ലായനിയും കൂടി ചേർക്കുക. ഇതിലേക്ക് ആര്യവേപ്പും കറ്റാർ വാഴയും വെള്ളം ചേർക്കാതെ മിക്സിയിൽ അടച്ചെടുക്കുക. ഈ ജ്യൂസാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത്. അതോടൊപ്പം തന്നെ പെർഫ്യൂം കൂടി ചേർക്കുക. അങ്ങനെ ഈ ലായനി നന്നായി മിക്സ് ചെയ്യുക. 20 മിനിറ്റോളം നന്നായി മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. നന്നായി മിക്സ് ചെയ്ത ശേഷം ഈ കളറാണ് കിട്ടുന്നത്. അങ്ങനെ ഈ മിശ്രിതം സോപ്പ് മോൾഡിലേക്ക് ഒഴിക്കാം. സോപ്പ് മോൾഡ് തന്നെ വേണമെന്നില്ല, പേപ്പർ ഗ്ലാസ് ആയാലും മതി. നമ്മൾ ഒഴിക്കുമ്പോൾ ആദ്യം അതിലേക്ക് വെളിച്ചെണ്ണ തടവണം. എന്നിട്ട് മാത്രമേ ഈ മിശ്രിതം ഒഴിക്കാൻ പാടുള്ളൂ. അങ്ങനെ 3-4 മണിക്കൂർ കഴിഞ്ഞാൽ സോപ്പ് സെറ്റാവും. വളരെ സിമ്പിളായി സോപ്പ് മോൾഡിൽ നിന്ന് സോപ്പ് എടുക്കാൻ കഴിയുന്നുണ്ട്. 15 ദിവസം കഴിഞ്ഞ ശേഷം മാത്രമേ സോപ്പ് ഉപയോഗിക്കാൻ പാടുള്ളൂ. കാസ്റ്റിക് സോഡയുടെ അംശം നിർവീര്യമാകാൻ വേണ്ടിയാണ് ഇത്രയും ദിവസം വെക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായില്ലേ സോപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്? വളരെ എളുപ്പത്തിൽ സോപ്പ് ഉണ്ടാക്കാൻ നമുക്ക് കഴിയും.